ഒരു കാര്യത്തിൽ രണ്ട് പ്രാവശ്യം നടപടിയെടുക്കാൻ പറ്റില്ല. ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിഷയം നേരത്തെ പാർട്ടി ചർച്ച ചെയ്ത് നടപടിയെടുത്തതാണ്. ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ ഒരു കാര്യത്തിൽ രണ്ട് പ്രാവശ്യം നടപടിയെടുക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്, ഈ വിഷയം വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അജണ്ട മാറ്റുന്നതിനും വേണ്ടിയിട്ടും മനഃപൂർവ്വമായി ചെയ്യുന്നതാണ്. ഞങ്ങൾ UDFിൻ്റെ മാനിഫെസ്റ്റോ ചില മാധ്യമങ്ങൾ കൂടി അതിന് CPMനെ സഹായിക്കുന്നുണ്ട്, മനസ്സിലായേ? അപ്പം ഞങ്ങൾ UDF മാനിഫെസ്റ്റോ കൊണ്ടുവരുന്ന അതേ സമയത്താണ്, ഞങ്ങൾ UDF നേതാക്കൾ പത്രസമ്മേളനം നടത്തുന്ന അതേ സമയത്താണ് ഈ വാർത്ത. ഇതൊരു പുതിയ വാർത്തയല്ല, പഴയ വാർത്തയാണ്. ഞങ്ങളുടെ പാർട്ടി അതിൽ നടപടി എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആ കെണിയിൽ വീഴില്ല. ആ കെണിയിൽ, ആ ചർച്ചയിൽ പോവില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള മാറ്റി വേറെ ചർച്ചയാക്കാം എന്നുള്ള വിചാരം ആർക്കും വേണ്ട. ഞങ്ങൾ അതിലൊന്നും വീഴില്ല. ഞങ്ങൾ ആ കാര്യത്തിലുള്ള കൃത്യമായ മറുപടിയും കൃത്യമായ നടപടിയും ഇപ്പം CPM എടുത്ത പോലെയല്ല. ഇപ്പം CPM സ്വർണ്ണക്കൊള്ള കേസിലും ഈ ഒരുത്തരെ 20 വർഷം കൺവിക്ട് ചെയ്ത കേസിലെടുത്ത പോലെയല്ല. ഞങ്ങളൊരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിൻ്റെ അകത്ത് സ്വീകരിക്കേണ്ട ഏറ്റവും മാതൃകാപരമായ കാര്യം ചെയ്ത ഒരു പാർട്ടിയാണ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലം കൊണ്ടുവന്ന് അങ്ങനെ ഒരു സാധനം ഇട്ട് ഇനി അതിൻ്റെ പുറകെ കൂടാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ കെണിയിൽ ഞങ്ങൾ വീഴില്ല. ഐ മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. വേറെ ഒന്നുമില്ല. നത്തിങ് മോർ. കൂടുതലായിട്ടൊന്നും പറയാനില്ല. കൃത്യമായിട്ടാണ് പറഞ്ഞത്. പച്ച മലയാളത്തിലാണ് പറഞ്ഞത്. അതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുള്ള വാർത്ത നിങ്ങൾ ഓരോ ദിവസം എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. അച്ഛൻ വേറെ വല്ലോണ്ടേ ചോദിക്കും. അത്രയേ ഉള്ളൂ. അതിന് മറുപടി അത്രയേ ഉള്ളൂ. അത്രയുള്ളതേ മറുപടി. ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ മറുപടി ഞാൻ പറഞ്ഞല്ലോ.